ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ച് രൂപം കൊണ്ട RSSന് 100 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ ദി ക്രിട്ടിക് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് ഗാന്ധിയൻ ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ കെ അരവിന്ദാക്ഷനാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഫെഡറലിസത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റുകൾക്ക് ഒരിക്കലും ഉറങ്ങാൻ സാധിക്കില്ലെന്നും ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറുടെയും ഓർമ്മകൾ അവരെ എന്നും വേട്ടയാടുമെന്നും പറയുന്നു അരവിന്ദാക്ഷൻ. ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറയുന്നത് 1925 അനൗദ്യോഗികമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. വാസ്തവത്തിൽ ഇവർ ഒരു ഭരണഘടന ഉണ്ടാവുന്നതും ഒക്കെ 1948 ആഗസ്റ്റ് 1 അതുവരെ ഇവർക്കൊരു ഭരണഘടനയോ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ അവർ പറയുന്നത് നാഥുറാം ഗോഡ്സെ, ഗാന്ധിനെ വധിച്ച നാഥുറാം ഗോഡ്സെ RSSകാരനല്ല എന്ന് പറയുന്നത്. RSSകാരനാണെന്നും പറയാൻ പറ്റില്ല, നമുക്ക് അല്ല എന്നും പറയാൻ പറ്റില്ല. ഒരു ഭരണഘടനയില്ല, ഒരു രശീതി ഒന്നുമില്ല അവർക്ക്. അത് പട്ടേലാണ് നിർബന്ധിക്കുന്നത്. 1947 ഗാന്ധി വധത്തിന് ശേഷം പട്ടേലാണ് നിർബന്ധിക്കുന്നത് RSS ഒരു ഭരണഘടന ഉണ്ടാവണം, ഉണ്ടായാൽ മാത്രമേ ഇനി നിങ്ങളുടെ നിരോധനം ബാൻ ചെയ്യും. ഗാന്ധിജി വധത്തിന് ശേഷം RSSനെ ബാൻ ചെയ്യുമ്പോൾ അത് ബാൻ നീക്കണമെങ്കിൽ ഇത് കൃത്യമായിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭരണഘടന അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് 1925 ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1857 ഇന്ത്യ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് വാസ്തവത്തിൽ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ മുസ്ലിമുകളാണ് അതിൽ രക്തസാക്ഷികൾ കൂടുതലായിട്ടുള്ളത്. ഇത് അരവിന്ദാക്ഷന് വേറെ ആൾ പറയുന്നതല്ല. ഇത് സവാർക്കർ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള സാധനമാണ്. VD സവാർക്കർ RSSൻ്റെ ഇന്നത്തെ ഗുരുനാഥനെന്നോ അല്ലെങ്കിൽ അവരെ വിജ്ഞാതാവെന്നോ അല്ലെങ്കിൽ സ്ഥാപകൻ്റെ നിലയിലേക്ക് എത്തി നിൽക്കുന്ന സവാർക്കർ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. അതായത് അവരുടെ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ അവരാണ് ഇതിൽ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളത്. അങ്ങനെ ബഹദൂർ ഷായൊക്കെ വളരെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇത് തന്നെ. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും കൂടിയുള്ള ഒരു ലോകമാണ് അദ്ദേഹം അതിൽ കാണുന്നത്. 1857 ശേഷം സവാർക്കർ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയുടെയും അത്തരം രീതിയിലുള്ള ഒരു അന്വേഷണം ഇതൊക്കെയാണ് 1857 സ്വാതന്ത്ര്യ സമരം. അതോടൊപ്പം തന്നെ ഈ സവാർക്കറിനെ പോലുള്ള ആളുകൾ അന്ന് വയലൻസിൽ കൂടെ, ഹിംസയിലൂടെ മാത്രം, അക്രമ പ്രവൃത്തികളിലൂടെ മാത്രമാണ് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തോൽപ്പിക്കാൻ കഴിയൂ എന്ന് വളരെ ഗാഢമായി വിശ്വസിച്ചിരുന്ന ആളുകളാണ്. ആ ഒരു വിശ്വാസത്തിനെ പിൻപറ്റിയവരാണ് ബാലഗംഗാധര തിലകക്ക. ബാലഗംഗാധരവും 2-3 സ്ട്രീമുകൾ ഈ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. 1925 ഇത് രൂപീകരിക്കാനായിട്ടുള്ള 2-3 സ്ട്രീമുകളുണ്ട്. ഒന്ന് സവാർക്കറിൻ്റെ പക്ഷത്തുള്ള സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തരം ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള, വയലൻസിനുള്ള സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ നടക്കുന്നതോട് കൂടിയിട്ട് 1910-11 വെച്ചിട്ടുണ്ട് ഈ മദൻലാൽ ധിൻഗ്ര എന്ന് പറയുന്ന സവാർക്കറിൻ്റെ ശിഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ലണ്ടനിൽ വെച്ച് ഒരു സായിപ്പിനെ കൊല്ലുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് ആ പേര് പറയാം. വെസ്ലി എന്ന് പറഞ്ഞിട്ട ഒരു സായിപ്പിനെയാണ് കൊല്ലുന്നത്. അത് മദൻലാൽ ധിൻഗ്ര ആണ് എന്നുള്ളത് മദൻലാൽ ധിൻഗ്രയെ പിന്നെ തൂക്കിക്കൊല്ലുന്നുണ്ട് അതിൻ്റെ പേരിൽ. പക്ഷേ സവാർക്കർ അതിൽ മാപ്പസാക്ഷിയായിട്ട് രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവില്ലാത്ത കാരണം രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നീട് എ.എം. ജാക്സൺ എന്നാണ് പറഞ്ഞിട്ടുള്ള പൂനെയിലൊരു സംസ്കൃത പണ്ഡിതനുണ്ടായിരുന്നു. ആ സംസ്കൃത പണ്ഡിതനും കൊല്ലപ്പെടുന്നുണ്ട്. അതിലൊക്കെ കൊല്ലപ്പെടൽ നടക്കുന്നുണ്ട്. അവിടെയും സവാർക്കർ ആ കേസിൻ്റെ 1910 നടക്കുന്ന ആ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സവാർക്കർ പിടികിട്ട പുള്ളിയായിട്ട് പറയുമ്പോഴാണ് സവാർക്കർ കടൽ ചാടി പാരീസിൽ രക്ഷപ്പെട്ട് പിന്നെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്ന് 1911 സവാർക്കറെ പോർട്ട് ബ്ലെയറിലേക്ക്, ആൻഡമാനിലേക്ക്, കാലാപാനിയിലേക്ക് വിടുന്നത്. അതിനുശേഷം വരുന്ന സവാർക്കർ 1920 സവാർക്കർ തിരിച്ചു വരുന്നതോടുകൂടി 20 തിരിച്ചു വരാൻ തോന്നുന്നു. പിന്നെ തിരിച്ചു വരുന്ന സവാർക്കർ വലിയ മാറ്റത്തോടു കൂടിയിട്ടുള്ള ആളായിട്ടാണ് വരുന്നത്. അതിനുശേഷമൊക്കെയാണ് അദ്ദേഹം ഈ ആരാണ് ഹിന്ദുത്വ എന്നുള്ള ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാവായിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു അധികം കാലം ഉണ്ടായിട്ടില്ല അവിടെ. കാലാപാനിയിൽ
ഒന്ന് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 13-14 അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ, അതോ അതിന് ശേഷമാണ് തിരിച്ചു വന്നിട്ടുള്ളത് എന്നുള്ള ഓർമ്മ എൻ്റെ ശരിയാവണില്ല, ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. എന്തായാലും അതിന് ശേഷം തിരിഞ്ഞു വരുമ്പോൾ അതുവരെ ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നത് മിതവാദികളുടെയും പിന്നെ വയലൻ്റ് ആയിട്ടുള്ള അക്രമത്തിലൂടെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു നാഷണലിസത്തിൻ്റെയും മൂവ്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഈ മിതവാദികളുടെ കൂടെയായിരുന്നു ഗോപാലകൃഷ്ണ മിതവാദികളുടെ കൂടെ അല്ലാതെ നിൽക്കുന്നിരുന്ന തിലകനും മറ്റുള്ള കൂട്ടരുടെയൊക്കെ വേറെ ഒരു സ്ട്രീമായിരുന്നു. അതായത് വയലൻ്റ് ആയിട്ടുള്ള ഒരു നാഷണലിസത്തിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരുന്നു. ഈ ഭാഗത്താണ് ഈ മിതവാദികളിൽ നിന്നും വയലൻ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, മിലിറ്റൻ്റ് ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഗാന്ധി 1915 ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്നത്. സവാർക്കറിൻ്റെ അല്ലെങ്കിൽ തിലകൻ്റെ പിൻപറ്റിയിരുന്ന ആളുകളുടെ ലാലാജത് പതറായി ഇവരൊക്കെ തന്നെ ദേശാഭിമാനികളാണ് ആയിരുന്നു. ആദ്യകാലത്തൊക്കെ സവർക്കർ ഞാൻ നേരത്തെ പറഞ്ഞ ദേശാഭിമാനികളായിരുന്നു. പതറായി അദ്ദേഹം ദേശാഭിമാനിയായിരുന്നു. അവരൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഈ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള ഹിന്ദുത്വയിലെ ഊന്നിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റിനാണ് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയുക എന്നുള്ള രീതിയിലൊക്കെ അവരുടെയും ഭാഗത്തു നിന്നുള്ളതുണ്ടായിരുന്നു. തിലകനും ഉണ്ടായിരുന്നു. ഈ തിലകൻ മരണപ്പെട്ടോട് കൂടിയിട്ട് ഇത് പൊതുവെ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഗംഗാധര തിലകനായിരിക്കും ഈ ഹിന്ദുയിസത്തിനെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള, അന്ന് ഹിന്ദുത്വം വന്നിട്ടില്ല, ഹിന്ദുയിസത്തിനെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനിഷേധ്യനായ നേതാവായിട്ട് മാറുക എന്നുള്ള ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് വാസ്തവത്തിൽ ഗാന്ധി വരണോടുകൂടി അത് തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഗാന്ധി വേറൊരു തരത്തിൽ അതിനെ മറ്റൊരു തരത്തിൽ ഗാന്ധിയിലേക്കാണ് പിന്നീട് ഈ നോൺ വയലൻ്റ് ആയിട്ടുള്ള അക്രമരാഹിത്യത്തിൻ്റെയൊക്കെ ഒരു ദിശയും ഒരു ധാരയും വരുന്നത്. അതോടൊപ്പം തന്നെയാണ് സവർക്കറും വരുന്നത്. സവർക്കർ ഈ തിലകൻ്റെ പൈതൃകത്തെ പിൻപറ്റിയാണ് സവർക്കർ മുന്നോട്ട് പോകുന്നത്. സവർക്കർ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സവർക്കറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അദ്ദേഹമായിരിക്കും തിലകൻ്റെ ഈ പട്ടം അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ ഹിന്ദുത്വയുടെ അല്ലെങ്കിൽ ഹിന്ദുയിസത്തിനെ ഒന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് സവർക്കറിനായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സവർക്കറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് ജോർജ് പൈൻ എന്ന് പറഞ്ഞിട്ട് റോബർട്ട് പൈൻ എന്ന് പറഞ്ഞിട്ടൊരാളുടെ ഗാന്ധിസ് അസാസിനേഷൻ അല്ല ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് ഗാന്ധിസ് അസാസിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് അടിച്ചൊരു പുസ്തകമാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് അസാസിനേഷൻ്റെ സമയത്ത് ഈ റോബർട്ട് പൈൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാർക്കർ ഈ ഇന്ത്യൻ പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ ഏതൊക്കെ രീതിയിലുള്ള ഏറ്റവും ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ നേതൃത്വം വഹിക്കാനായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഭരണാധികാരിയായിട്ട് മോഹമുണ്ടായി അതിനു വേണ്ടി കാത്തിരുന്ന ഒരാളാണ്. അതാണ് ഗാന്ധി തട്ടിക്കളഞ്ഞ് എന്നുള്ള ഒരു തോന്നൽ വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടിയിട്ടാണ് ചരിത്രത്തിൽ പല ഘടകങ്ങൾ കൂടിയിട്ടാണ് സബ്ജക്റ്റീവായിട്ടുള്ള പല എലിമെൻസും അതിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്ക് ഈ സവാർക്കറിലൂടെ ഇത് കുറേ കൂടി മുന്നോട്ട് പോകുന്നത്. 1923 സവാർക്കർ ഹിന്ദു മഹാസഭ സ്ഥാപിക്കുന്നുണ്ട്. 1925 ഈ സവാർക്കറിൻ്റെ നമുക്ക് തോന്നും സവാർക്കറിൻ്റെ ഹിന്ദു മഹാസഭയും ഹെഗ്ഡേവാറിൻ്റെ മുഞ്ചയുടെ ഹെഗ്ഡേവാറാണ് ഇതിൻ്റെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ RSSും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭിപ്രായം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് ചരിത്രപരമായിട്ട് അങ്ങനെ യാതൊരു വക വ്യത്യാസം ഇവർ തമ്മിലില്ല. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാവുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഹിന്ദു മഹാസഭയുടെ ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ ആദ്യത്തെ ഈ സവാർക്കർ തന്നെയാണ് ഈ RSSന് കാര്യമായിട്ടുള്ള അതിൻ്റെ ഘടനയുണ്ടാക്കാനും അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാക്കാനും മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷേ RSS 1925 സ്ഥാപിക്കുന്നതോടുകൂടി അവിടെ ഹിന്ദു മഹാസഭയുണ്ട്. ആ സമയം ആകുമ്പോഴേക്കും ഗാന്ധിയുടെ വലിയൊരു മുന്നേറ്റം ഇന്ത്യയുടെ മൊത്തം ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രപരമായ അതായത് ഈ മുഗള സാമ്രാജ്യത്തിൻ്റെ തകർച്ച, അതായത് ബഹദൂർ ഷായുടെ തകർച്ച 1857 മുതൽ 1925 വരെയുള്ള ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് തരം വളരെ കൃത്യമായിട്ടുള്ള രണ്ട് തരം ധാരകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കാണാൻ കഴിയും. ഒരു ധാര അതിൻ്റെ വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ധാരയാണ്. തിലകനായാലും ഒരു പരിധിവരെ സ്വാമി വിവേകാനന്ദനും ലാലാജത് പതറായി സവാർക്കർ ഇവരൊക്കെ തുറന്നു പോന്നിരുന്ന അതിൽ ഒരുപാട് പേരുണ്ട്. വരുന്നുണ്ട്. ഈ കോൺഗ്രസ്സുകാരെ തന്നെ ഈ കോൺഗ്രസ്സിലേക്ക് പിന്നീട് വന്നിട്ടുള്ള ലാലാജത് പതറായിയൊക്കെ അവരൊക്കെ ശരിക്കും കോൺഗ്രസ്സുകാരായിട്ട് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്.
ആ കോൺഗ്രസ്സുകാരങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഇന്നും നമുക്ക് കാണാം ഈ കോൺഗ്രസിൻ്റെ ഈ ധാര ഇന്നും RSSലേക്ക് വളരെ കോൺഗ്രസ്സിൽ നിന്ന് ആൾക്കാർ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇവരുടെ ഈ പഴയ സാധനം തന്നെയാണ്, പൈതൃകത്തിൻ്റെ സാധനം തന്നെയാണ് പോകുന്നത്. അതിനെ വളരെ കൃത്യമായിട്ട് എതിർത്തുകൊണ്ടുള്ള, വളരെ നോൺ വയലൻ്റ് ആയിട്ട് എടുത്തുകൊണ്ടുള്ള ഗാന്ധിയൻ മൂവ്മെൻറ്റും അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. ഇന്ത്യയുടെ ഭാഗ്യത്തിന് ഗാന്ധിയൻ മൂവ്മെൻറ്റാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത്. പിന്നെ അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അംബേദ്കറിൻ്റെ ഈ പാർട്ടീഷൻ്റെ സമയത്തുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് ഇന്ത്യയിൽ ഹിന്ദു രാജ് വരികയാണെങ്കിൽ, ഹിന്ദു രാഷ്ട്രം വരികയാണെങ്കിൽ അതോടുകൂടി ഇന്ത്യ അവസാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട്. അത് വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AG നുറാണിയുടെ RSS ദ മെനൈസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. RSS എന്ന് പറഞ്ഞൊരു ഭീകര സംഘം, മെനൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടം പിടിച്ചൊരു സാധനം എന്നാണ് അർത്ഥം. അതാണ് ആ പുസ്തകത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഈ വാചകത്തോടു കൂടെയാണ് AG നുറാണി ഈ വലിയ ഒരു ഗ്രന്ഥമാണ്. ഏറ്റവും വളരെ നമുക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നാണ് അത്, ഈ RSS മെനൈസ്. അതേസമയം തന്നെ RSSനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു പുസ്തകമുണ്ട്, വാൾട്ടർ ആൻഡേഴ്സനും ശ്രീധർ എസ് ഡാംലെയും കൂടി എഴുതിയിട്ടുള്ള RSS എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട്. അത് RSSനെ അനുകൂലിച്ചുകൊണ്ടുള്ള അവർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഉള്ളത്. ഇനി ചരിത്രപരമായ മറ്റ് കാരണങ്ങളുടെ, സാമ്പത്തിക കാരണങ്ങളോ മറ്റു കാരണങ്ങളോ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതായത് സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടുള്ള കാരണമാണത്. ഇത് വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ ഭാഗമാണ് ഇന്ന് RSSനെ സംബന്ധിച്ചിടത്തോളം. അതായത് 1925 സ്ഥാപിച്ച് അത് 1948 അവരുടെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാന്ധിയെ വകവരുത്തി കഴിഞ്ഞാൽ, ഗാന്ധിയൻ മൂവ്മെൻറ്റിനെ തകർത്ത് കഴിഞ്ഞാൽ, ഗാന്ധിയെ കൃത്യമായിട്ട് ഫിസിക്കലായിട്ട് തന്നെ ഭൗതികമായിട്ട് തന്നെ ഗാന്ധിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഗോഡ്സെയുടെയൊക്കെ വലിയ വിചാരം എന്തായിരുന്നു അക്കാലത്തുള്ള ഗാന്ധി. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ചരിത്രത്തിൻ്റെ തെളിവുകളുണ്ട്. ഈ ഗോഡ്സെയുടെയൊക്കെ വിചാരണ സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, അദ്ദേഹം വിചാരിച്ചിരുന്നത് അദ്ദേഹം ഒരു രക്തസാക്ഷിയായിട്ട് മാറും, ഗാന്ധി ഒരു രാജ്യദ്രോഹിയായിട്ട് മാറുകയും ഈ ഗോഡ്സെയും സവാർക്കറും തുടങ്ങിയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഒരു വീരരക്തസാക്ഷികളായിട്ട് മാറിക്കൊണ്ട് ഒരു പുതിയ മൂവ്മെൻറ്റ്, അതായത് ഇന്ത്യയുടെ അത് ഗോൾവാൾക്കർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1949 ഗോൾവാൾക്കർ പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് ശിഥിലമായി തീരും, അതായത് ഗാന്ധിയുടെ പദത്തോടുകൂടി കോൺഗ്രസ് ഏതാണ്ട് ശിഥിലമായി തീരും എന്നുള്ള ഒരു സ്വപ്നം ഗോൾവാൾക്കർ കൂടി അദ്ദേഹത്തിൻ്റെ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ടാണ് ആ 1925 വരെയുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇവരൊക്കെ ആ 1948 ഗാന്ധിനെ വധിക്കുന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ 1950-55 വരെ ഇവരെല്ലാവരും തന്നെ രാജ്യദ്രോഹികളായിട്ട് വിചാരണ ചെയ്യപ്പെടുക ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ 1925 മുതൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നവരാണ് സവർക്കറായാലും മറ്റുള്ള ഹിന്ദുത്വയുടെ എല്ലാ ആളുകളും ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുള്ളതാണ്. ബ്രിട്ടീഷ് അനുകൂലമായിട്ടുള്ള ഒരു കാര്യത്തിലും അവർ ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിൻ്റെ ഇത് തന്നെയാണത്. അപ്പോൾ ഇത് RSSനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യദ്രോഹികൾ എന്നൊരു മുദ്രയാണ് അവർക്ക് 1950 വരെ ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ മറ്റുള്ളവരെ എല്ലാവരും രാജ്യദ്രോഹികൾ എന്ന് നമ്മളിപ്പോൾ RSSനെതിരായിട്ട് എന്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും RSSൻ്റെയോ അല്ലെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങളുടെയോ കാര്യങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, വികസനത്തിനെ പറ്റിയിട്ടായാലും യുദ്ധത്തെ പറ്റിയിട്ടായാലും മറ്റേതെങ്കിലും പറ്റിയിട്ടായാലും ഒരു ക്രിറ്റിസിസം നമ്മൾ ഉയർത്തിക്കഴിഞ്ഞാൽ, ഈ രാജ്യദ്രോഹി എന്നുള്ള പദം ഇന്ന് വരുന്നത് RSS എവിടെയാണ് രൂപം കൊണ്ടത്? മഹാരാഷ്ട്ര, UP, ആ ഭാഗങ്ങളിലാണ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ആ ഒരു മധ്യ പ്രൊവിൻസുകളിൽ നിന്നാണ് ഇത് വരുന്നത്. അവിടെ നിന്ന് എല്ലാവരും പറയാ നിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് നമ്മളെ, അതായത് പുറമേയുള്ളവരെ മുഴുവൻ അവർ അങ്ങനെ മുദ്രടിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ കൃത്യമായിട്ട് ഒരു കാലത്ത് രാജ്യസ്നേഹത്തിനോട് ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്നിരുന്ന 1925 മുതൽ ചേർന്ന് നിന്നിരുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റുവൊക്കെ വളരെ കൃത്യമായിട്ടും, നെഹ്റുവും പട്ടേലൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇവർ രാജ്യദ്രോഹികളാണ്, ഇവരുടെ സംഘടന നിരോധിക്കണമെന്ന് നെഹ്റു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ശരിക്ക് ഈ AG നുറാണിയുടെ ഈ പുസ്തകത്തിൽ ഒരു 10-40 അനുബന്ധങ്ങളുണ്ട്. ഈ അനുബന്ധങ്ങളിൽ ഗോൾവാൾക്കറും നെഹ്റുവും പട്ടേലും തമ്മിൽ നടത്തുന്ന കത്തിടപാടുകളുണ്ട്. ഈ കത്തിടപാടുകളിലും അതിനു മുമ്പും തന്നെ നെഹ്റു പറയുന്നത് ഇവരൊരു എന്താ പറയുക, RSS ഒരു രാജ്യദ്രോഹ സംഘടന തന്നെയാണ്. അത് ഇന്ദിരാഗാന്ധി പോലും അത് പറയുന്നുണ്ട്, ഇന്ദിരാഗാന്ധിയിലും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നെഹ്റു കുടുംബത്തിനോടുള്ള
രാഹുൽ ഗാന്ധിയോടുള്ള, സോണിയാഗാന്ധിയോടുള്ള ഈ എന്താ പറയുക, മോഡിയുടെ ഇടയിലും പ്രധാനമന്ത്രിയുടെ ഇടയിലും RSSകാരുടെ ഇടയിലും എല്ലാമുള്ള വെറുപ്പിന് പ്രധാന കാരണം ഇവരാണ് ശരിക്കും, അതായത് നെഹ്റു പോലെയുള്ള ആളുകളാണ്, പട്ടേൽ അടക്കമുള്ളവരാണ് ഇവർ രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തുന്നത് എന്നുള്ളതാണ്. ആ ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രതിസന്ധിയാണ് ശരിക്ക് ഇന്ന് RSSകാർ ശരിക്ക് അവരുടെ ഉള്ളിലുള്ളത്. അവർക്ക് നമുക്ക് തോന്നാം അവർ ഭീരുക്കളല്ല എന്നൊക്കെ, നമുക്ക് പുറമേക്ക് ധീരന്മാരായിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ആ ധീരതയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അവരുടെ ഭയങ്കരമായിട്ടൊരു ഭീരുത്വമാണ്. അവരുടെ ഉള്ളിലൊരു കാപട്യമുണ്ട്. അവർക്കറിയാം, കൃത്യമായിട്ട് അവർക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളാണ് ഞങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒരു രക്തസാക്ഷി പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവർ ഏറ്റവും വലിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിലകൊണ്ട ആളെ വെടിവെച്ച് കൊല്ലുകയാണ് അവരുടെ ആളുകൾ ചെയ്തിരുന്നത് എന്നുള്ള ഒരു സത്യം അവർക്കറിയാം. ഈ സത്യത്തെ മറച്ചു പിടിക്കാനായിട്ടുള്ള ഒരു തന്ത്രമാണ് ശരിക്ക് ബാക്കിയുള്ളവരെ മുഴുവൻ രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തിക്കൊണ്ട് ആ പ്രതിസന്ധിയെ, ആ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള പ്രതിസന്ധിയെ അവർ മറികടക്കാനായിട്ട് ഇന്ന് ശ്രമിക്കുന്നത്. അതാണ് ഇതിൻ്റെ വേറൊരു ചരിത്രപരമായ ഇത്. ഈ എക്സിസ്റ്റൻഷ്യലിസത്തിനെ നമ്മൾ മറികടക്കേണ്ട, അവരുടെ എക്സിസ്റ്റൻഷ്യലിസം ഭയങ്കര ധാർമ്മികമായ പ്രതിസന്ധിയൊന്നുമല്ല, വളരെ അധാർമികമായ ഭീരുത്വത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. RSSൻ്റെ ഭീരുത്വത്തിൽ നിന്നാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നല്ല 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് RSSൻ്റെ ആൾക്കാർ, അതായത് RSSലൂടെ വളർന്നു വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവരാരും തന്നെ പങ്കെടുക്കാത്തതുകൊണ്ട് മോഹൻ ഭഗത് 2024 ഡിസംബറിലോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു, നവംബറിലോ ഡിസംബറിലോ ആണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 2024 നരേന്ദ്രമോദി അയോധ്യയിൽ ബാബ്രി പള്ളി നിന്നിരുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അവർ സ്വാതന്ത്ര്യ സമരമായിട്ട് കൂട്ടുന്നത്, അവർ സ്വാതന്ത്ര്യമായി കണക്കാക്കുന്നത് ബാബ്രി പള്ളി എന്ന പ്രതീകത്തിനെ, മുസ്ലിം പ്രതീകത്തെ തകർത്ത് തരിപ്പടമാക്കി അതിൻ്റെ നെഞ്ചത്ത്, അതിൻ്റെ ഹൃദയത്തിൽ, ഇന്ത്യയുടെ ഹൃദയത്തിൽ ആ ഒരു പള്ളീനെ തകർത്തുകൊണ്ട് അയോധ്യ അവിടെ പ്രതിഷ്ഠിക്കുന്നതോട് കൂടിയിട്ടാണ്, ആ പ്രാണപ്രതിഷ്ഠയിലൂടെ കൂടിയാണ് തങ്ങളുടെ സോവർജിനിറ്റി, ഇന്ത്യക്ക് സോവർജിനിറ്റി കിട്ടിയത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന വാചകമാണ് 2024 മോഹൻ ഭഗത് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന 10-25 കൊല്ലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന 1857 മുതൽ സാവർക്കർ വരെ ഉയർത്തിപ്പിടിച്ച ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ അടക്കം തള്ളിക്കളഞ്ഞുകൊണ്ട് അത്രയും കാലത്ത് 1857 തൊട്ട് 1947 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനത അനുഭവിച്ച, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിച്ച എല്ലാ ത്യാഗത്തെയും, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗത്തെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, അതല്ല യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ ഈ ബാബ്രി പള്ളി തകർത്തതിന് ശേഷമാണ് ഉണ്ടായത്. ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയോടുകൂടിയിട്ടാണ്, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതോടുകൂടിയാണ് എന്ന് പറയുന്നതിൻ്റെ വ്യംഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വാതന്ത്ര്യ സമരത്തെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഞങ്ങൾക്ക് പങ്കില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ദിവസം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നീട് 1947 ശേഷം, അല്ലെങ്കിൽ 1925 തുടങ്ങിയിട്ട് 2000 ആകുമ്പോഴേക്കും അവർക്ക് ഹിന്ദുത്വയ്ക്ക് ഒരു പതുക്കെ മേൽക്കൈ നേടുന്ന രീതികൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന് പ്രധാന കാരണം, ഞാനിത് പല ദിക്കിലും പറഞ്ഞിട്ടുള്ളതാണ്, ഫാസിസ്റ്റുകൾ ഒരിക്കലും ഉറങ്ങാറില്ല. എന്താണ് RSS ഫാസിസ്റ്റാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RSSൻ്റെ ചരിത്രം പരിശോധിച്ചാൽ RSSൻ്റെ നേതാക്കളെല്ലാം തന്നെ 1925 മുതൽ 1930, 32, 35 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇറ്റലിയിൽ ആദ്യഘട്ടങ്ങളിൽ 1930, 31 മുൻപേ പോയിട്ട് പഠിക്കുന്നുണ്ട്. മുസോളിനിയുടെ അവിടെ ചെന്നിട്ട് അവിടുത്തെ മിലിറ്ററി, അവിടുത്തെ ഫാസിസ്റ്റ് സ്കൂള്, ഇതൊക്കെ അദ്ദേഹം പഠിച്ചതിന് ശേഷമാണ് അതുപോലെ ഒരു സംഘടന ഉണ്ടാക്കണമെന്നുള്ളതാണ് അവർ പഠിച്ചിട്ട് മുൻപേ ഹെഡ്ഗേവാറിനോടും മറ്റുള്ളവരോടും പറയുന്നതെന്നുള്ള വളരെ കൃത്യമായിട്ടെന്ന് രേഖകളുണ്ട്. മഴ്സിയ കസോലി എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിക്കാരിയായ ചരിത്രകാരി ഇത് വളരെ കൃത്യമായിട്ട് 2000 APWയിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. അത് ഒരു ഫാസിസ്റ്റ് സംഘടനയാണെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
RSSൻ്റെ ഇത്തരം ഫാസിസ്റ്റ് സംഘടനകൾ എവിടെ തന്നെയാണെങ്കിലും അവർ പറയുന്നത് നിങ്ങൾ ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പഠിക്കാൻ, ജർമ്മനിയിലെ ഹിറ്റ്ലറിൽ നിന്ന് പഠിക്കാനാണ് സവർക്കർ പറയുന്നത്. അതായത് ഒരു നേതാവ് ഒരു രാജ്യം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. ഏക് ചാലക് അനുവർത്തിത എന്നുള്ളതാണ് RSSൻ്റെ മുദ്രാവാക്യം തന്നെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസോളിനിയുടെ ഫാസിസ്റ്റ് മുദ്രാവാക്യം തന്നെയാണ് എടുത്തത്. ഇത് ചരിത്രപരമായിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാവും RSSന് ഒരു ഫാസിസത്തിൻ്റേതായ ഒരു ഘടനയിലാണ് അവർ. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കണം, ഈ ഡ്രില്ല് പഠിപ്പിച്ചുകൊണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യൻ ശാഖകളിൽ നോക്കിക്കഴിഞ്ഞാൽ, RSSൻ്റെ ശാഖകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ പഠിപ്പിക്കുന്നതിൻ്റെ തന്നെ പ്രത്യേകത ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ഗോൾവാൾക്കറിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗോൾവാൾക്കറിൻ്റെ വിചാരധാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. വി ഓർ നാഷൻ വുഡ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് വേറെ പുസ്തകമുണ്ട്. ഈ വിചാരധാരയിൽ അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എവിടെയോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു കുട്ടിയെ RSSൻ്റെ ഡോക്ട്രിൻ, അതായത് സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസം ഒരു മയില് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരുന്നുണ്ടെങ്കിൽ ആ വീട്ടുമുറ്റത്ത് വരുന്ന മയിലിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് കറുപ്പ് കൊടുക്കണം എന്നുള്ളതാണ്. ഈ കറുപ്പും ഭക്ഷണവും കൂട്ടിക്കലർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മയിൽ ഒരു കാലത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോവില്ല. അതുപോലെ നിങ്ങളുടെ തലച്ചോറ് RSSൻ്റെ ഈ ഡോക്ടറേറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളൊരു സംഗതിയാണ് RSS. കേരളത്തിലാണ് അവരുടെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത്. അത് ദളിത് കുട്ടികളെല്ലാം തന്നെ ഇതിലേക്ക് പോകുന്നുണ്ട്. ആ പോകുന്നതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അച്ചടക്കമുണ്ടെന്നുള്ളതാണ്. ഒരിക്കൽ ഗാന്ധിയോട് ഒരു ചോദ്യം ചോദിക്കേണ്ടായി. ഒരു 1947-48 കാലഘട്ടത്തിലാണ് ചോദിക്കുന്നത്. അതായത് അവിടെ അച്ചടക്കം ഉണ്ടല്ലോ, ഒരുപാട് കൃത്യനിഷ്ഠയും അച്ചടക്കമൊക്കെ ഉണ്ടോ? അപ്പം ഗാന്ധി പറഞ്ഞതെന്ന് വെച്ചാൽ, ഹിറ്റ്ലറുടെ കാലത്തും ഹിറ്റ്ലറുടെ കൂട്ടരും അല്ലെങ്കിൽ മുസോളിനിയുടെ കൂട്ടരും തന്നെ അവിടെയും അച്ചടക്കമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അച്ചടക്കം അവരുടെയും ഇത് തന്നെയായിരുന്നു. അപ്പോൾ അച്ചടക്കം നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തെ വിലയിരുത്തരുതെന്ന് ഗാന്ധി വളരെ കൃത്യമായിട്ട് തന്നെ പരിലാലിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 1947 ശേഷം ഉണ്ടായിട്ടുള്ള ഇവരുടെ അതായത് 1925 മുതൽ ഇവർ ശരിക്കും യാതൊരു തരത്തിലും വളരെ കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആദ്യം ഇത് മഹാരാഷ്ട്രയിലെ പൂനെയിലെ നാഗ്പൂരിൽ നിന്ന് പതുക്കെ മഹാരാഷ്ട്രയുടെ പ്രോവിൻസിലേക്ക് അങ്ങനെ പതുക്കെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഇന്ന് അവർക്ക് വ്യാപിപ്പിക്കാൻ കഴിയാത്തത് ഏറെക്കുറെ കിഴക്ക് വടക്ക് കിഴക്കൻ പ്രവിശ്യകളിലാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് പറ്റുന്നത്. കേരളത്തിലൊക്കെ വളരെ വ്യാപകമായിട്ട് തന്നെ ഇത് വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഒരുപാട് സംഘടനകളുണ്ട്, വനവാസി സംഘടന, അങ്ങനെ അവർക്കില്ലാത്ത സംഘടനകൾ, സരസ്വതി വിദ്യാലയങ്ങൾ, അങ്ങനെ ശിശുക്ഷേമങ്ങൾ, പിന്നെ ആദിവാസികളുടെ ക്ഷേമത്തിനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇവരുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഒരുപാട് സംഘടനകളിൽ കൂടെ വളരെ സൈലൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. വളരെ നിശബ്ദമായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. നമുക്ക് ഗുജറാത്തിലെ അണക്കെട്ട് മുറിഞ്ഞ കാലത്ത്, നമുക്ക് അണക്കെട്ട് പൊട്ടിയ കാലത്ത് ഞാനൊക്കെ ഇന്നും ഓർക്കുന്നു. ഞാനന്ന് അത്ര പ്രായമായിട്ടില്ല. അന്ന് അവിടുത്തെ ശവങ്ങളൊക്കെ എടുക്കാനും ആ ബണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്ന ഇതൊക്കെ എടുക്കാനും അത് സംസ്കരിക്കാനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് ഈ ഹാഫ് ട്രൗസർ ഇട്ട് കാക്കി ട്രൗസർ ഇട്ട RSSകാരായിരുന്നു. പിന്നീട് നമുക്ക് അവരെ കാണാം പല ഇത്തരം കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഭൂകമ്പം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ പോസിറ്റീവ് സൈഡാണ്. പക്ഷേ ആ പോസിറ്റീവ് സൈഡിൽ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അവരുടെ ഏറ്റവും നല്ല ലാബോറട്ടറി ആയിട്ട് വരുന്നത് ശരിക്കും ഗുജറാത്താണ്. ഈ ഗുജറാത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറയാനറിയില്ല. ഞാൻ എഴുതിയിട്ടുണ്ട്, രാജ്യദ്രോഹി വേഴ്സസ് രാജ്യസ്നേഹി എന്ന പുസ്തകത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഓർമ്മയൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് അവിടെ കോൺഗ്രസിൻ്റെ പതനം പതുക്കെ കേശുഭായ് പട്ടേലിലെ ഒരു വളരെ ദുർബലമായൊരു ഭരണം ഉണ്ടാക്കിയതിന് ശേഷം കാലത്താണ് വാസ്തവത്തിൽ 2000-ലൊക്കെ വരുമ്പോഴാണ് RSS BJPയുടെ ഭരണം വരുന്നത്. BJPയും RSSും തമ്മിൽ വേർതിരിക്കേണ്ട കാര്യമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ വളരെ RSSൻ്റെ ഇതിലുള്ള ബ്ലഡിലുള്ളൊരു ജനിതകത്തിലുള്ളൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സംഘടനയെ ഒരു കൾച്ചറൽ ഓർഗനൈസേഷനായിട്ടാണ് പറയുക. RSS ഈസ് എ കൾച്ചറൽ ഓർഗനൈസേഷൻ. നിങ്ങൾ ആരോട് ചോദിച്ചാലും പറയാം. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മളുടെ അവിടെ ബാലഗോകുലത്തിൻ്റെ ആൾക്കാർ വന്ന് ചോദിക്കും. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയമല്ല പറയണത്, ഞങ്ങൾ ഒരു ബാലഗോകുലമായിട്ടാണ് വരുന്നത്, ഞങ്ങൾക്കിതിലായിട്ട് ഞങ്ങളൊരു സാംസ്കാരികമെന്നോ ആത്മീയം എന്ന് പറഞ്ഞൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് വരണതെന്ന് പറയും. പക്ഷേ അതിൽ ഒരാൾ പോലും വളരെ അപൂർവമായിട്ട് അബദ്ധത്തിൽ വന്നുപെട്ട ആരെങ്കിലും ഒഴികെ വേറെ എല്ലാവരും തന്നെ RSSകാരായിരിക്കും.
RSSൻ്റെ കൃത്യമായിട്ടുള്ള ശാഖകളിൽ ഉണ്ടാകുന്ന സംഗതിയായിരിക്കും. അപ്പോൾ അങ്ങനെ അതായത് കൾച്ചർ എന്ന് പറയുകയും കൃത്യമായി ഒരു രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന രീതി ഇവർക്കുണ്ട്. ഒരു ഡ്യൂപ്ലിസിറ്റി ഉണ്ട്, ഒരു ഇരട്ടത്താപ്പുണ്ട്. ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നത് ഗാന്ധിക്കൊക്കെ ഇത് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. ഗാന്ധിയുടെ ഞാൻ മദൻലാൽ പഹൽവയുടെ ഗാന്ധിനെ അവസാന കാലത്ത് നാഥുറാം ഗോഡ്സെ ആക്രമിക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ജനുവരി 20 ഗാന്ധിയുടെ നിർണായകമായ എന്താ പറയുക ഉപവാസം കഴിഞ്ഞ് RSSും ഹിന്ദു മഹാസഭയൊക്കെ ഗാന്ധിയോട് ചേർന്നതുകൊണ്ട് ഇനി ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അന്ന് ഗാന്ധിയുടെ ബിർള ഹൗസിലുണ്ടായിരുന്ന ഗാന്ധിയുടെ പ്രാർത്ഥനയിലേക്ക് നേരെ മദൻലാൽ പഹൽവ ഒരു ബോംബെറിയുണ്ടായി. ഈ ബോംബെറിയുമ്പോൾ ബോംബെറിഞ്ഞു കഴിഞ്ഞാൽ ആകെയൊക്കെ ഒരു കയോസ് ഉണ്ടായി, ആകെ കൂടി ഒരു തിക്കുതിരക്കൊക്കെ ഉണ്ടായി. അപ്പോൾ ഗാന്ധിയുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരു ഗാന്ധിയൻ തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് അതേതൊരു പ്രാങ്ക്, ഇംഗ്ലീഷിൽ പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഡ്ഢി അല്ലെങ്കിൽ ഒരു പ്രാന്തനായിട്ടുള്ള ഒരാൾ ചെയ്തു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഗാന്ധി ചിരിച്ചുകൊണ്ട് പറയുന്നൊരു വാചകം പരിലാൽ പറയുന്നുണ്ട്, യു ആർ എ ഫൂൾ. അതായത് പറഞ്ഞ ആളോട് പറഞ്ഞാൽ നിങ്ങളൊരു വിഡ്ഢിയാണ്, യു ആർ ഒരു ഫൂൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ കൃത്യമായിട്ട് എ കോൺസ്പൈറസി എന്നാണ് ഗാന്ധി പറയണത്. ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സംഘമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് ഗാന്ധിക്ക് അറിയാമായിരുന്നു എന്നുള്ള സത്യമാണ്. ഈ സംഗതികളൊക്കെ വളരെ സത്യമായിട്ട് അറിയായിരുന്നു. അപ്പം നമുക്ക് ഇവരുടെ വളർച്ച നോക്കുമ്പോൾ 1925 മുതൽ 2000 വരെയുള്ള ഗുജറാത്തിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇവർക്ക് അവസരം കിട്ടുന്നതിനായിട്ട് ഇവർ കാത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ചില ഘടകങ്ങളോട് നാഷണൽ പൊളിറ്റിക്സിൽ വന്നു ചേർന്നു. അതൊന്ന് ഈ VP സിംഗിൻ്റെ മണ്ഡൽ കമ്മീഷനാണ്. ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് VP സിംഗ് പുറത്തു കൊണ്ടുവരുന്നത് അവിടെ രാജീവ് ഗാന്ധിനെ പറ്റിയിട്ടുള്ളൊരു പുസ്തകത്തിൽ നമ്മളുടെ ഗോപാലകൃഷ്ണ ഗാന്ധിയുടെ ഒരു പുതിയ പുസ്തകമുണ്ട്, അത് അൺഡൈയിങ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അൺഡൈയിങ് ലൈറ്റ് ഒരു ഗംഭീര പുസ്തകമല്ല, പക്ഷേ നമ്മളൊക്കെ കടന്നുപോയൊരു കാലഘട്ടത്തിൻ്റെ കംപ്ലീറ്റ് ചരിത്രമുണ്ട്. അപ്പോൾ ഇതിൽ രാജീവ് ഗാന്ധി ഈ ബാബറി മസ്ജിദ്, അതായത് ഷബാനു കേസിൽ ഉണ്ടായിട്ടുള്ള വിധിയെ മറികടക്കാനായിട്ട് ഈ ബാബറി മസ്ജിദിൻ്റെ പള്ളി, അതായത് രാമക്ഷേത്രം എന്ന് പറയപ്പെടുന്ന അതിൻ്റെ അതിൻ്റെ പൂട്ട് തുറക്കാൻ കാരണം ഇതിനൊരു പകരമായിട്ടാണ്. അത് രാജീവ് ഗാന്ധി അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് അരുൺ നെഹ്റു ആണെന്നാണ് പറയുന്നത് ഈ ഗോപാലകൃഷ്ണ ഗാന്ധി പറയുന്നത്. അതെന്തായിക്കോട്ടെ, അത് ഇത് തുറക്കുന്നതിനും അത് തുറന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാനായിട്ട് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിറക്കുന്നതോട് കൂടിയിട്ട് വലിയൊരു സോഷ്യൽ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. അതുവരെ OBC ആയിട്ട് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ കിടന്നിരുന്ന യാദവർ, ഈഴവർ, സവർണരല്ലാത്ത എല്ലാം തന്നെ മറ്റ് സവർണരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ജാതികളുടെയും ഒരു വലിയ സോഷ്യൽ അപ്ഹീവൽ ഉണ്ടാകുന്നുണ്ട്. ഈ അപ്ഹീവൽ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് 1980കളൊക്കെ മുതൽ വലിയൊരു മാറ്റങ്ങൾ, 90കളൊക്കെ എത്തുമ്പോഴേക്കും വലിയൊരു മാറ്റങ്ങൾ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അവരുടെ ജോലിക്കാര്യങ്ങളിൽ, എംപ്ലോയ്മെൻറ്റിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ മാറ്റം ഒരു നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുക 2000 മുതൽ 2013 വരെയുള്ള കാലഘട്ടങ്ങൾ, 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് ഇടയ്ക്ക് കുറച്ചു കാലം ഇവരുണ്ടായിരുന്നു, നമ്മുടെ വാജ്പേയിയുടെ ഭരണം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മുഴുവൻ സംഭവിക്കുന്നത് എന്താ കഴിഞ്ഞാൽ ഈ സോഷ്യൽ മൂവ്മെൻറ്റിന് കൂടെ ഉണ്ടായിരുന്ന ഇവരെല്ലാവരും ജോലി കിട്ടി വരികയും ഇന്ത്യൻ ഇക്കണോമിയിലേക്ക് മൻമോഹൻ സിംഗിൻ്റെയും നരസിംഹറാവുവിൻ്റെയും ഇതായിട്ട്, അതായത് ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു എന്താ പറയുക വേൾഡ് സാമ്പത്തിക ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് ഇന്ത്യ ശക്തമായി നിലനിന്നിരുന്നു. അമേരിക്കയോ മറ്റൊക്കെ പൂട്ടിപ്പോകുമ്പോൾ അമേരിക്കയിലെ പല സാധനങ്ങൾ തകരുമ്പോഴും ഈ മൻമോഹൻ സിംഗിൻ്റെയും നരസിംഹറാവുവിൻ്റെയും ഒരു ഭരണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അത് പിന്നീട് അതിലുണ്ടായിരുന്ന ഒരു ഇതാണ് മൻമോഹൻ സിംഗിന് ഇതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതും. ഇന്ത്യൻ ഇക്കണോമി കണ്ടമാനം പണം അതിലേക്ക് വന്നു. ആ പണമാണ് കറപ്ഷനിലേക്ക് കോൺഗ്രസ്സിനെ കൊണ്ടുപോയത്. പക്ഷേ ആ പണത്തിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് അതിൻ്റെ നേട്ടക്കാരായി വന്നത് ഒരു നിലയ്ക്ക് ഈ OBC കാസ്റ്റിലെ ഒരുപാട് പേരാണ്. രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണരല്ല ശരിക്കും. ബ്രാഹ്മണർ ഒരു ഭാഗത്ത് ഭരിക്കുന്നുണ്ടാവും, അതായത് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഇവരൊക്കെ IAS ഉണ്ടായിരിക്കും. പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജാതി തിരിച്ച് പറയല്ല, ഇതിൻ്റെയൊക്കെ മുകളിലുള്ളത് മുഴുവൻ മോഡി തുടങ്ങി പിണറായി വിജയനുള്ള ആൾക്കാരെ നമ്മൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ആൾക്കാരൊക്കെ തന്നെ ഈ OBC കാസ്റ്റിൽ നിന്നുണ്ടായിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ പ്രധാന കാരണം, ഒരു സാമ്പത്തിക കാരണം എന്ന് പറയുന്നത് ഇതാണ്.
അത് നമ്മളുടെ എല്ലാ തൊഴിലാളി മേഖലകളിലും അത് വന്നിട്ടുണ്ട്. തൊഴിൽ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, ഷെയർ മാർക്കറ്റിങ്ങിൽ, ബിൽഡിങ്ങിൻ്റെ ഇതിൽ, വികസനത്തിൽ ഒക്കെ തന്നെ ഇത് വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിനെയാണ് ശരിക്കും ഇത് വന്നതോട് കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു കാലത്ത് മണ്ഡൽ കമ്മീഷൻ്റെ പ്രൊഡക്റ്റ് ആകുമ്പോൾ തന്നെ ഇവർ നല്ലൊരു ശതമാനം പതുക്കെ ഈ പുതിയൊരു ഭരണം വരുമ്പോൾ ആ ഭരണത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് തങ്ങളുടെ സുഖസൗകര്യങ്ങൾ കുറയ്ക്കാതിരിക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കുന്ന, അവർക്ക് എന്തോ നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് മോഡിയുടെ കൂടെ നിൽക്കണ്ടേ എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി ഹിന്ദുത്വയുടെ കൂടെ നിൽക്കാനും അവർ നല്ലൊരു ശതമാനം തെളിഞ്ഞു മാറി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള സംഗതി. അതും കൂടി ഇതിൽ കണക്കിലെടുക്കുമ്പോൾ മാത്രമാണ് മറ്റൊരു നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പൊളിറ്റിക്കൽ പരിപാടിയാണ് ശരിക്കും. അല്ലാണ്ട് രാമനോടോ രാമക്ഷേത്രത്തിനോടോ ഒരു ഭക്തിയോ ഒന്നും ഉണ്ടായിട്ടുള്ള കാര്യമല്ല. ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിലില്ല. എന്നും നടക്കുന്നത് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന കച്ചവടം മാത്രമാണ്. അത് ശരിക്ക് ട്രംപ് പറയണ പോലെ ഉള്ള, ട്രംപ് യുദ്ധം കഴിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, വാടാ മക്കളെ കച്ചവടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാനും വിളിക്കുമ്പോൾ ഗോഡ് ഫാദറിൽ എൻ പിള്ള വിളിക്കണ പോലെയാണ് ഗേറ്റ് തുറന്നിട്ടിട്ട് വാടാ മക്കളെ നമുക്ക് കച്ചവടം ചെയ്യാം, നിങ്ങൾ ഈ ന്യൂക്ലിയർ ഇതിനൊന്നും പോകണ്ടെന്ന് പറയുന്നതാണ് കാണുന്നത് നമ്മൾ. അത് ഉണ്ടാവാൻ കാരണം വെച്ചാൽ കച്ചവടം തന്നെയാണ് ഗുജറാത്തിലായാലും ഇവിടെ ആയാലും എല്ലാ ദിക്കിലും. നിങ്ങൾക്കറിയാം, അഡാനിയെപ്പോലെയുള്ള 1990-കളിൽ 95-ലൊക്കെ ഏറ്റവും നിസ്സാരനായ ഒരു കച്ചവടക്കാരനായ ആൾ ഇന്ന് ലോകത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ എല്ലാ സമ്പദ് മേഖലകളിലും ജീവിത മേഖലകളിലും അടക്കി പിടിച്ച ഒരു വലിയ ചക്രവർത്തിയാണ് അയാൾ. ഒരു സമ്പദ് മേഖലയിലൊരു ചക്രവർത്തിയാണ്. അത് മോഡിയായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ ഈ മസ്ജിദ് തകർക്കണോടുകൂടി 1989-92 ഏതാ 92 തകർക്കപ്പെടുന്നതോടുകൂടി ആ തകർക്കപ്പെടുന്നതോടുകൂടി ഹിന്ദുയിസത്തിൻ്റെ വേറൊരു ധാരയെ ആരാണ് ഹിന്ദു, ഞങ്ങളാണ്. അതായത് അപ്പം നമുക്ക് വീണ്ടും കാണേണ്ടതെന്ന് വെച്ചാൽ ഹിന്ദുത്വ വരുന്നത് തിലകനിൽ നിന്ന് തുടങ്ങുന്ന, അല്ലെങ്കിൽ ലേറ്ററായിട്ടുള്ള സവർക്കറിൽ നിന്ന് തുടങ്ങുന്ന, തിലകനിൽ നിന്ന് തുടങ്ങുന്ന ഒരു മിലിറ്റൻ്റായിട്ടുള്ള ഹിന്ദുയിസത്തിൻ്റെ ഒരു പൂരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്ജിദ് തകർക്കുന്നതോടുകൂടി സംഭവിക്കുന്നത്. ഒരു ഏകദേശം ഈ സവർക്കറിൻ്റെ രണ്ടാം വരവും തിലകൻ്റെ വരവൊക്കെ കൂടി കഴിയുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ വരുമ്പോഴാണ് ഈ മസ്ജിദ് തകർക്കണോടുകൂടി വരുമ്പോൾ ഹിന്ദുയിസത്തെ ഒന്നിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു അമ്പലം പണിയണം. അതായത് ഇത് മെക്കയും അല്ലെങ്കിൽ ജെറുസലേമും ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ മുസ്ലിമുകളുടെയും സാധനങ്ങൾ പുറത്താണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നമ്മളുടേതായ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു എന്താ പറയുക പുണ്യസ്ഥലം, ആ പുണ്യസ്ഥലത്തിനെയാണ് നമ്മളിത് കാണുന്നത്. അത് ശരിക്ക് ഗോൾവാൾക്കറുടെയും സവാർക്കറുടെയും നാഷണലിസത്തിൽ, ദേശീയതയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. സവാർക്കറും ഗോൾവാൾക്കറും പറയുന്നത് ദേശീയത എന്ന് പറയുന്നത് ഒരു ടെറിറ്റോറിയലായിട്ടുള്ള ജിയോഗ്രഫിക്കലായിട്ടുള്ള വസ്തുതയല്ല. ഇത് കൾച്ചറിനെ, മതത്തിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്. കൾച്ചർ ഏതാണ്? ഹിന്ദുവിൻ്റെ കൾച്ചറാണ്. അപ്പോൾ ഹിന്ദുവിൻ്റെ കൾച്ചറിൽ ഉണ്ടാകുന്ന ഒരു പുണ്യക്ഷേത്രം എന്ന് വരുമ്പോൾ ഇത് ഹിന്ദുവിൻ്റെ രാജ്യമാണ്. ഇത് ഹിന്ദുവിന് വേണ്ടി ഹിന്ദുക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യമായി മാറണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതുകൊണ്ടാണ് 6 നൂറ്റാണ്ടുകളും 7 നൂറ്റാണ്ടുകളുമായിട്ടുള്ള മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ സംസ്കാരത്തെയും ഭാഷകളെയും അവരുടെ അറിവുകളെയും അവരെ തന്നെയും നിഷ്കാസിതമാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ JNU എന്ന് പറയുന്ന JNU എന്ന് പറയുന്ന സ്ഥാപനം തന്നെ അടുത്ത ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അടുത്ത കാലത്ത് അധിക കാലമൊന്നും നിലനിൽക്കില്ല. അതിന് വരും സവർക്കർ യൂണിവേഴ്സിറ്റി എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പതുക്കെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ 47-ൻ്റെ മുമ്പ് അതിന് ശേഷമോ അല്ലെങ്കിൽ 70-കൾക്ക് ശേഷം ഉണ്ടായ സമയത്ത് ഇതിനെപ്പറ്റിയിട്ട് യാതൊരു ബാധ്യതയില്ല. അപ്പോൾ ഈ ഒരു അതായത് 1910 മുതലോ 11 മുതലോ തുടങ്ങുന്ന ഹിന്ദുയിസത്തിൻ്റെ മിലിറ്റൻ്റായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഒരു താൽക്കാലികമായ പൂരണമാണ് ഈ ബാബറി മസ്ജിദ് പള്ളി പകർത്ത് 2022 ഒക്കെ ആയിട്ട് 2023-24 പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതോടുകൂടി അത് നടക്കുന്നത്. അതോടുകൂടി ശരിക്ക് RSS അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. എന്താണ് അവരുടെ ലക്ഷ്യത്തിൻ്റെ ആദ്യ ഭാഗം അവർ സ്ഥാപിച്ചു കഴിഞ്ഞതായിട്ട് അവർക്ക് തോന്നുന്നു. പക്ഷേ അപ്പോഴും അവർക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. അവർക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന പോലെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെങ്കിൽ മുസ്ലിമുകളെ മുഴുവൻ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മുഴുവൻ മാറ്റണം. അതുമാത്രമല്ല ഹിന്ദുക്കളിൽ തന്നെയുള്ള എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയുള്ള ആളുകളുണ്ടാവും. അതായത്
37% വരുന്ന ആളുകൾ മാത്രമാണ്, 40% വരുന്ന ഹിന്ദുക്കൾ മാത്രമാണ് മോഡിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി 60% വോട്ട് ചെയ്യാത്തവരുണ്ട്. അതുമാതിരി ആദിവാസികളുണ്ട്, ദളിതരുണ്ട്. ഇവരെയൊക്കെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കണം. അതിൻ്റെ ഒരു വലിയ ഇതാണ്. അതും കൂടി ഉൾക്കൊള്ളിക്കണമെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും. ആ പ്രശ്നം എങ്ങനെ തീർക്കാൻ പറ്റും? ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റി, അതായത് ബഹുസ്വരത നശിപ്പിക്കണം. ഈ ഡയലോഗ് പാടില്ല. ഡയലോഗും ഡൈവേഴ്സിറ്റിയും കൂടുമ്പോഴാണ് ഡെമോക്രസി ഉണ്ടാകുന്നത്. അപ്പോൾ ഡയലോഗ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഡയലോഗ് ഡെമോക്രസി, ഇത് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തത്. ആ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും ജനാധിപത്യത്തിൻ്റേതായ പാർലമെൻ്റ് അടക്കമുള്ള ഒരു സ്ഥാപനങ്ങൾക്കും നിലനിൽക്കാൻ കഴിയില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർക്ക് അറിയാത്തതും കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കാത്തതുമായ കാര്യങ്ങൾ മോഡിയുടെ ഭരണകാലത്ത് പുതിയതായ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമ്മൾ 6 വരിപ്പാതയോ 14 വരിപ്പാതയോ അല്ലെങ്കിൽ അണക്കെട്ടുകളുടെ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഡാനി കുറേ പോർട്ടുകൾ പണിതുണ്ടോ, മറ്റുള്ള കാര്യങ്ങളോ. നെഹ്റുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള കേന്ദ്രങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടത്. ആദ്യത്തെ ബക്രാനങ്കർ അണക്കെട്ടുണ്ടാക്കുന്നത് നെഹ്റുവാണ്. IIT മുഴുവൻ സ്ഥാപിക്കുന്ന നെഹ്റുവാണ്. സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത് നെഹ്റുവാണ്. ഈ നെഹ്റു സ്ഥാപിച്ച ഇതിൽ നിന്നാണ് ഈ ചന്ദ്രയാനൊക്കെ വിടുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങളാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അത് മാത്രമല്ല, ആ സമയത്ത് നെഹ്റുവിൻ്റെ പേര് പറയാൻ പോലും ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ ഉള്ളിൽ. എന്തുകൊണ്ട് അവർ ആ പേര് പറയുന്നില്ല? ആ പേര് പറയാത്തത് അവർക്ക് എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള പ്രതിസന്ധി ഇല്ല. അവർ ഭീരുക്കളല്ലെങ്കിൽ അവർക്ക് പറയാൻ കഴിയും, നെഹ്റു ഉണ്ടാക്കിയതിൽ നിന്ന് ഞങ്ങൾ കൂടുതലുണ്ടാക്കി. LIC എടുക്കുക. LIC നെഹ്റുവിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. നെഹ്റുവാണ് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി. ആദ്യകാലത്ത് നെഹ്റുവിൻ്റെ അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന സാമ്പത്തിക വിദഗ്ധർ നെഹ്റുവിൻ്റെ അറിവോട് കൂടിയിട്ടുണ്ടാക്കുക. ആ LICയുടെ ഒരു ഷെയർ വിറ്റിട്ടാണ് ഒരു കാലത്ത് കഴിഞ്ഞ മുടിയുടെ ഒരു ഭരണകാലത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ 1 ലക്ഷം കോടി രൂപ അതിൽ നിന്ന് മറികടക്കാനായിട്ട് അവർക്ക് സാധിച്ചത്. അങ്ങനെ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇന്ന് VC മാറ്റുന്ന പ്രക്രിയയാണ്. VCക്ക് പകരം ഗവർണറായി മാറുന്ന ഇതാണുള്ളത്. അപ്പോൾ ഫെഡറലായിട്ടുള്ള എല്ലാ സ്ട്രക്ചറുകളും മാറ്റുക. 300 വർഷമോ 400 വർഷമോ മാത്രം പഴക്കമുള്ള ഹിന്ദി എന്ന ഭാഷയെ എല്ലാവരുടെയും, നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും ഭാഷയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ആരോ പറഞ്ഞ പോലെ ഹിന്ദിയേക്കാൾ പഴക്കമുള്ളതാണ് മലയാളം, തമിഴ്, അല്ലെങ്കിൽ കന്നഡ, അല്ലെങ്കിൽ ഉറുദു എന്ന് പറയുന്നത് ഒരു മുഗളൻ്റെ ഭാഷയൊന്നുമല്ല, മുസ്ലിമിൻ്റെ ഭാഷയൊന്നുമല്ല, ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഭാഷയാണ്. ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഗാന്ധിനെ അവർ ഉറുദുവും ഹിന്ദുവും കൂടിയതിനെയാണ് ഗാന്ധി ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞത്. അതാണ് നമ്മുടെ ഭാഷയാണെന്ന് ഗാന്ധി പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു ആണും പെണ്ണും കെട്ട ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിനെ അവർ കളിയാക്കുന്നത്. അപ്പോൾ ഈ ഭാഷാപരമായിട്ടുള്ള ഒരു തരം ഷോവനിസം ഇവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന കഥകൾ വളരെ വിഷമമുള്ളതാണ്. ഇൻ്റർവ്യൂ ബോർഡിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഒറ്റ ആൾ ഇംഗ്ലീഷ് പറയില്ല, എല്ലാവരും ഹിന്ദി പറയുക ചെയ്യുക. നമ്മളിവിടെ 10ാം ക്ലാസ്സും കഴിഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും നമ്മളുടെ MP-മാർ, കോൺഗ്രസ് MP-മാരായാലും BJPയുടെ സുരേഷ് ഗോപി ആയാലും വേറെ ആളായാലും പറയാൻ തയ്യാറല്ല. അപ്പോൾ ഈ കേരളത്തിൻ്റെ സംസ്കാരം, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ സംസ്കാരം, ബീഹാറിൻ്റെ സംസ്കാരം, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തുമുള്ള സാംസ്കാരികമായ മൗലികതകളുണ്ട്. ആ മൗലികതകളെ നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി പുലരുന്നത്. ആ ഡൈവേഴ്സിറ്റിയിലാണ് ഇന്ത്യ ജീവിക്കുന്നത്. അതിന് പകരം അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട്, ഭാഷയില്ലാതാക്കിക്കൊണ്ട്, സംസ്കാരത്തെ, ദൈവങ്ങളെ, എല്ലാ ദൈവങ്ങളും വേണ്ടുന്ന രാമൻ മാത്രം മതി എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ആരും വേണ്ട. വേറെ ജനാധിപത്യത്തിൽ നിങ്ങൾ പാർലമെൻ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഗാന്ധി പറഞ്ഞ പോലെ വെറും ഒരു സല്ലാപക്കടയായിട്ട് ഗാന്ധി ഒരു കാലത്ത് 1909 ഹിന്ദു സ്വരാജിൽ പറയുന്നുണ്ട്. ഈ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു സല്ലാപക്കടയായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ അതിനെ നോക്കൂ. ഇന്ന് സുപ്രീം കോടതിയായാലും ഹൈക്കോടതിയായാലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി പറഞ്ഞത് സവാർക്കറെ രാജ്യദ്രോഹി എന്ന് വിളിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് എവിടെയാണ് ചരിത്രത്തിൻ്റെ തെളിവ് എന്നുള്ളതാണ് ചോദിച്ചത്. രാഹുൽ ഗാന്ധി പറയേണ്ടിയിരുന്നതെന്ന് വെച്ചാൽ 1911 വരെയുള്ള സവാർക്കർ രാജ്യസ്നേഹിയാണ്. മറാഠിയിലെ ഏറ്റവും ശക്തനായ ഒരു സാഹിത്യകാരനാണ് സവർക്കറെ കളഞ്ഞിട്ടൊരു സാഹിത്യ ചരിത്രം മറാഠിയിൽ എഴുതാൻ പറ്റില്ല. അത്രയും ശക്തമാണ് അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളൊക്കെ. നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, ഈ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷമുണ്ടാകുന്നൊരു സവർക്കറുണ്ട്. അത് രാജ്യദ്രോഹിയാണോ രാജ്യസ്നേഹിയാണോ എന്നുള്ളത്
RSSകാർ സ്വന്തം നെഞ്ചിലേക്ക് തന്നെ ചൂണ്ടി ചോദിക്കണം. ഈ ഒരു പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ തകർക്കണം, വൈവിധ്യം തകർക്കണം, ജനാധിപത്യം തകർക്കണം, എന്നാൽ പോലും അവർക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. കാരണം അവരിയ്ക്കുന്നത് അവർക്കറിയാം, ഞങ്ങൾ ഇരിക്കുന്നത് ഇതിൻ്റെ ഈ കുമ്പാരങ്ങൾക്ക് മുകളിലാണ്, ഇത് എന്ന് വേണമെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാം. അതായത് മനുഷ്യനെ എപ്പോൾ ബുദ്ധി ഉണരുന്നു, എങ്ങനെ ഇന്ത്യക്കാരൻ ഉണരുന്നുവോ, സ്ത്രീകൾ ഉണരുന്നുവോ, അന്ന് ഇവരുടെ കാര്യം പരിഗണില്ലാവും. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അധികകാലം നിലനിൽക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിലുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ, ഇന്നും നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇവർ പറയുന്ന ഈ മധ്യ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൊക്കെ ഇന്നും അത് ബാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ കേരളത്തിലുണ്ടാവില്ല. കേരളത്തിലെ ആൾക്കാർ വലിയ താമസമില്ലാണ്ട് തന്നെ എല്ലാവരും BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ബുദ്ധിജീവികളായാലും എല്ലാവരും തന്നെ ഇന്നിപ്പോൾ ഈ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ തന്നെ പതുക്കെ അതിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കേരളത്തിലാവില്ല. ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുക, ശരിക്കും നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഹീവൽ ഉണ്ടാവുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു RSS വന്നു അല്ലെങ്കിൽ അവരെ 100-ാം വർഷം അവർ വളരെ പ്രൗഢിയോട് കൂടിയിട്ട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരു സംഗതി ഉണ്ടാവാം. പക്ഷേ ഉള്ളിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ സത്വപ്രതിസന്ധി, ഈ എക്സിസ്റ്റൽ പ്രതിസന്ധി അവർ എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കും. അവർക്കറിയാം ഇത് അധാർമികമാണ്. അവരുടെ ഉള്ളിൽ അവർക്ക് അറിയാൻ പറ്റും ഇത് ധാർമ്മികമല്ല, ഇത് സ്പിരിച്വൽ അല്ല, ഇത് ആത്മീയമല്ല എന്നവർക്ക് അറിയാൻ പറ്റും. ഒരു പക്ഷേ വലിയ താമസമില്ലാതെ തന്നെ അവർ ഗാന്ധിയെ കംപ്ലീറ്റ് എടുത്ത് കളയും. ഇന്ന് ഏറ്റവും കൂടുതൽ അവർ പേടിക്കുന്നത് 2 ആളുകളെയാണ്. ഒന്ന് ഗാന്ധി, ഒന്ന് അംബേദ്കർ. അംബേദ്കറെ അവർക്ക് കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഗാന്ധിയെ അവർ ഇല്ല, വേറൊരു തരത്തിൽ ആക്കിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ സ്ക്രോളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിക്കെതിരായിട്ട് RSSകാരുണ്ടാക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ ഒരുപാടുണ്ട്. ഗാന്ധിക്ക് തന്നെ ഇത് അറിയായിരുന്നു. ഗാന്ധി ഒരു കാലത്ത്, അവസാന കാലത്ത് 1948 പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണ്ടേ എന്ന് അന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഡേറ്റ് അടക്കിട്ടുണ്ടാവും, ഈ ഡേറ്റ് തെറ്റായിരിക്കും. ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാർ പോലും ഗാന്ധി അങ്ങനെയായിരുന്നു അല്ലേ, ഗാന്ധി മുസ്ലിമിൻ്റെ കൂടെ ആയിരുന്നു അല്ലേ. എന്താണ് ഗാന്ധി മുസ്ലിമിൻ്റെ കൂടെ, അല്ലെങ്കിൽ ആ വാചകം എന്താണെന്ന് അറിയണമെങ്കിൽ ഗാന്ധി എഴുതിയത് മുഴുവൻ വായിക്കണം. അത് വായിക്കാതെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഇതിനെ നേരിടാനായിട്ട്, ഇവരുടെ ഈ വയലൻസിനെ, ഇവരുടെ ഈ അധാർമികതയെ നേരിടാനായിട്ട് ശരിക്ക് നമുക്ക് ആവശ്യം ഒരു ഗാന്ധിയനായിട്ടുള്ള, അംബേദ്കറിസ്റ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അതിന് നെഹ്റുവിൻ്റെ ഒരു ഡെമോക്രസിയെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. കാരണം ഡെമോക്രസി, ഗാന്ധി എന്തൊക്കെ തെറ്റുകൾ പറഞ്ഞാലും എന്തൊക്കെ പരിമിതികളുണ്ടായാലും നെഹ്റുവിനൊരു ഡെമോക്രസിയെ പറ്റിയിട്ടുള്ള, ജനാധിപത്യത്തെ പറ്റിയ ഒരു ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. ആ ഉൾക്കാഴ്ചയാണ് ഇന്ത്യൻ ജനത, ഇത്രയും രാജ്യസ്നേഹിയായിട്ടുള്ളൊരു മനുഷ്യൻ ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരാളാണ് ജവഹർലാൽ നെഹ്റു. ഞാൻ നെഹ്റുവിൻ്റെ വികസനത്തിനോട് യോജിക്കുന്ന ആളല്ല, പക്ഷേ ആ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ അടിക്കല്ലിടാൻ സഹായിച്ചത്. നമ്മൾ ഇവിടെ പറയും, നമ്മൾ കേരളത്തിൽ പറയും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ വികസനത്തിന് അടിക്കല്ലിട്ടത് ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അച്യുതമേനോനാണ്. അതിന് സംശയമില്ലാത്ത കാര്യം. അച്യുതമേനോൻ്റെ കാലത്താണ് ഇവിടെ കുറേ സ്ഥാപനങ്ങളുണ്ടായത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന വേറൊരു തരത്തിലുള്ള ഇത് തന്നെയാണ് ഒരു ഇന്ത്യൻ സിറ്റുവേഷനിൽ മറ്റൊരു ചെയ്യുന്നത്. നമ്മളുടെ ഭാഗ്യത്തിന് ഇവിടെ ഒരു എൽബോ സ്പേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തോ ഒരു എൽബോ സ്പേസ് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും, ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിംസും എല്ലാവരും, ഹിന്ദുക്കളും എല്ലാവരും കേട്ടത് RSSനെ പോലൊരു സംഘടന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് 2 ചോദ്യങ്ങളുണ്ട് അവിടെ, 2 ചോയ്സുകളുണ്ട്. നിങ്ങൾക്ക് ഭദ്രത വേണോ, സ്വാതന്ത്ര്യം വേണോ? ഭദ്രതയും സ്വാതന്ത്ര്യം വേണമെങ്കിൽ, ഭദ്രത വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ പോകാം. അവസാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഗ്യാസ് കുറ്റിക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഫാസിസ്റ്റ് മോഡലുള്ള സംഘടനകളിലേക്ക് പോകാം. സ്വാതന്ത്ര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ത്യാഗം അനുഷ്ഠിക്കേണ്ടി വരും. ഒരു പക്ഷേ നമ്മളുടെ ത്യാഗത്തിന് വില പറയുന്ന ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു ധാർമ്മിക പ്രതിസന്ധിയാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്നവരെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ, എഴുത്തുകാരായാലും സാംസ്കാരിക പ്രവർത്തകരായാലും രാഷ്ട്രീയക്കാരായാലും അവരെ ഒരു ധാർമ്മിക പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഇത് RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധാർമികതയുടെ രാഷ്ട്രീയ പ്രതിസന്ധിയാണത്, അധാർമികതയുടെ പ്രതിസന്ധിയാണത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ്. അത് നമ്മൾ കാണണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.